ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ ഒരു ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ചെയ്യാവേ. നമ്മൾ പാർലറിൽ പോയി ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും. നമുക്കപ്പോൾ അത് പറ്റാത്ത ഒത്തിരി പേര് കാണും. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സൂപ്പർ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാവേ. അപ്പം നമുക്ക് ഈ ഒരു ഫേഷ്യലിന് 5 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം, 2 നമുക്ക് സ്ക്രബ് ചെയ്യണം, 3 സ്റ്റീം ചെയ്യണം, 4 നമുക്ക് മസാജ് ചെയ്യണം, 5 നമുക്ക് ഫേസിൽ ഒരു പാക്ക്, നല്ലൊരു പാക്ക് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള 5 സ്റ്റെപ്പിൽ നമുക്ക് നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു നമ്മുടെ കിച്ചണിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ കുഞ്ഞു ഫാമിലി ഒരു വലിയ ഫാമിലി ആക്കി തരിക. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം കുറച്ച് പാലെടുക്കാം. ഒരു ചെറിയൊരു ബൗളിനകത്തോട്ട് നമ്മുടെ ഫേസിന് നമുക്ക് ആ ഒരു ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പാലെടുക്കാം. പാലെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കറിക്കെടുക്കുന്ന മഞ്ഞളായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഇത് നമുക്കൊരു കോട്ടൺ ബോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ക്ലെൻസ് ചെയ്യാനുള്ള ആ ഒരു പാലും കസ്തൂരി മഞ്ഞളും കൂടെയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ക്ലെൻസ് ചെയ്യാനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാലും കസ്തൂരി മഞ്ഞളും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത്, ഞാൻ ഈ പൊട്ടൊന്ന് മാറ്റിക്കോട്ടെ. നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. സാധാ നമ്മുടെ പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്യണം. ഞാനിപ്പോൾ വാഷ് ചെയ്ത് തുടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അപ്പോൾ നമുക്ക് ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോട്ടൻ്റെ ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. നല്ലതുപോലെ ഞാനൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാനിവിടെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമുക്കിത് തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. അപ്പം നമ്മുടെ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിത് കാണിച്ചു തരാവേ. സ്ക്രബ് ചെയ്യാൻ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പാല് വേണേ. നമുക്കൊരു സ്ക്രബിൻ്റെ ഒരു പായ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് പിന്നെ വേണമെന്ന് വെച്ചാൽ 1 സ്പൂണ് അരിപ്പൊടിയാണേ. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടിയില്ലേ, നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ഇച്ചിരി തരിയായിട്ടുള്ള ഒരു അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളാണ്, ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഹാഫ് ലെമൺ, നമുക്ക് നാരങ്ങ നീര് ഒരു 3-4 ഡ്രോപ്പ് നാരങ്ങ നീര് മാത്രം മതി കേട്ടോ. കുരു നമുക്ക് കളഞ്ഞിട്ടെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അതിൽ പോവും. ഇത്രയും നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ നടഹിനകത്തിട്ട് അതിൻ്റെ കുരു വീണിട്ടുണ്ട്. നമുക്കതെടുത്ത് കളഞ്ഞിട്ട് നല്ല പോലൊന്ന് മിക്സ് ചെയ്യണേ. നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഫേസിൽ സ്ക്രബായിട്ട് ഉപയോഗിക്കാവേ. അപ്പം ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. സ്ക്രബ് റെഡിയായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഫേസിൽ നല്ല പോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി വലിയ നമുക്ക് ഫേസ് ഒരുപാട് ഉപയോഗിക്കാൻ അരിപ്പൊടി അത്ര മനസ്സിലാക്കിയാകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഫേസിനെ നമുക്ക് പോകും. ഇത് അത്ര ഇല്ല കേട്ടോ. പറഞ്ഞ് ചെറുതായിട്ട് ലൈറ്റായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
ഒരുപാട് ലൈറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞാൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രബ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റാണ്. നമുക്ക് സ്ക്രബും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഇത് തുടച്ചിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇതുപോലെ ടർക്കി കോട്ടൺ എന്തെങ്കിലും നമ്മൾ മുക്കി ഫേസിൽ കുറച്ച് നേരം 5 മിനിറ്റ് ഇങ്ങനെ 2 സൈഡ് ഫുള്ള് നമുക്ക് സ്റ്റീം ചെയ്യാവേ. എനിക്കിപ്പോൾ സ്റ്റീമർ ഉണ്ട്, അപ്പം ഞാൻ അതിനകത്ത് സ്റ്റീം ചെയ്യട്ടെ. നല്ലതുപോലെ സ്റ്റീം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പോർസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മുഖത്തെ ആ അഴുക്കും കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വരുന്ന ടൈം, അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റീം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും. ഫേസിൽ നല്ല ഗ്ലോയിങ് ആ സ്മൂത്തായിട്ടിരിക്കുക ഫേസ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മസാജ് ചെയ്യണേ. മസാജ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് മസാജിങ് ക്രീം നമുക്ക് റെഡിയാക്കാൻ ആവശ്യമുള്ളത് തൈരാണ്. നമുക്ക് ആവശ്യത്തിന് തൈര് എടുക്കാം. ഞാനിപ്പം 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. തൈരും പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ശകലം ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ, പിന്നെ നമുക്ക് അതിനകത്തോട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ച് ഹണിയാണ്. 1 സ്പൂൺ അളവ് ഹണി ഒഴിച്ചു കൊടുക്കണേ. ആവശ്യത്തിനുള്ള 1 സ്പൂൺ അളവ് ഹണി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 1/2 സ്പൂൺ മതി കേട്ടോ. ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, നല്ലൊരു ക്രീമാണ്, നല്ലൊരു എഫക്റ്റ് തരുന്നൊരു ക്രീമാണ് ഇത്. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ക്രീം റെഡിയാക്കണ്ടേ? മസാജ് ക്രീം ഹണിയും തൈരും കസ്തൂരി കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്യണേ. അതുപോലെ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഫേസിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകി കളയാം. ഇതേണ്ട ഞാനൊരു 5 മിനിറ്റ് മസാജിങ് ക്രീം നമ്മുടെ ഫേസിൽ വെച്ചിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫേസിലുള്ള ഒരു മാറ്റം മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു ചേഞ്ചസ് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഫേസിൽ ഡാമേജ് സംഭവിക്കുന്ന ഒരു ഐറ്റവും ഇല്ല. എല്ലാം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന പിന്നെ തേൻ മാത്രം നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ കാണുന്ന ഐറ്റം. അരിപ്പൊടി, തൈര്, പാല്, പിന്നെ കസ്തൂരി മഞ്ഞൾ. ഇപ്പോൾ ഫേസിനെ നോക്കുന്ന നമ്മുടെ ഫേസൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ കാണുന്ന ഐറ്റം തന്നെ ഇതെല്ലാം കേട്ടോ. കസ്തൂരി മഞ്ഞൾ കാണും, പിന്നെ വീട്ടിൽ പാല് കാണും, പിന്നെ തേനും അത്യാവശ്യം എല്ലാവരെങ്കിൽ കാണും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നാരങ്ങ വാങ്ങണം. അപ്പം നമ്മുടെ ഈ 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മളെവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് തലേന്ന് നമുക്കിത് ചെയ്യാം. വൈകിട്ട് ഈവനിങ് ടൈമിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആഴ്ച ഒരു വട്ടം ചെയ്യാം. 2 ആഴ്ച ഇരിക്കുമ്പോൾ ഒരു വട്ടമായാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ 4 സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഞാനിനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം പായ്ക്ക് റെഡിയാക്കാനാണ്. ഇപ്പോൾ ഈ പായ്ക്ക് റെഡിയാക്കുന്നതിനകത്ത് നമ്മളിപ്പം ചേർക്കുന്ന ഐറ്റത്തിൻ്റെ കൂടെ നമുക്കതൊരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യും. ആ പായ്ക്ക് എടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇച്ചിരി കുറച്ച് പീൽ ഓഫ് മാസ്ക് കൂടെ ഒഴിച്ചിട്ട്, അത് മാർക്കറ്റിൽ കിട്ടുമല്ലോ, അവൈലബിൾ ആണല്ലോ, ഏത് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ട് അത് ചെയ്ത് നമുക്ക് പീൽ ഓഫ് മാസ്ക് ആയിട്ട് തന്നെ എടുക്കാം. അതല്ല പായ്ക്കായിട്ട് തന്നെ ആണെങ്കിൽ നമുക്ക് പായ്ക്കായിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഞാനിപ്പം പായ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പീൽ ഓഫ് മാസ്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പായ്ക്ക് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് പായ്ക്ക് റെഡിയാക്കാൻ വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടലമാവാണ്. 1 സ്പൂണ് കടലപ്പൊടി വേണേ. കടലപ്പൊടി 1 സ്പൂൺ എടുക്കാം.
പിന്നെ നമുക്കതിനകത്തോട്ട് വേണ്ടുന്നത് അര സ്പൂണ് ചെറിയ സ്പൂണാണ് കസ്തൂരി മഞ്ഞൾ വേണം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നാരങ്ങാനീര് വേണം, അത്യാവശ്യം ശകലം നാരങ്ങാനീര് വേണം. പിന്നെ നമുക്കിതിനകത്തോട്ട് പീൽ ഓഫ് മാസ്ക് ഒഴിക്കാം കേട്ടോ. നമ്മുടെ ഏത് ഐറ്റം ആണെങ്കിലും ഒഴിക്കാം. പക്ഷെ ഞാനിവിടെ പായ്ക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ കുറച്ച് പാലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പാല് ഇത് മിക്സ് ചെയ്യാനായിട്ട് പാല് യൂസ് ചെയ്യാൻ പോവാണേ. ഇത്രയേ ഉള്ളൂ പായ്ക്ക്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉണങ്ങും വരെ ഒരു ടൈമില്ല. ഇത് ഉണങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. പിന്നെ പായ്ക്കിട്ട് കഴുകിക്കളഞ്ഞ് തുടച്ചിട്ട് അത്യാവശ്യമായിട്ടും നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതിപ്പം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു ഐറ്റം ഒഴിക്കുന്നത് കാണിക്കാൻ വീഡിയോ മിസ്സായിപ്പോയേ. ഇതിനകത്തോട്ട് നമുക്ക് ഹണിയും ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഹണി പിന്നെ രണ്ടാമതാണ് ഞാൻ ഒഴിച്ചിട്ടൊരു വീഡിയോ കാണിച്ചത് കേട്ടോ. ആദ്യത്തെ ഞാൻ അതങ്ങ് മിസ്സായിപ്പോയി. അപ്പം നമുക്ക് ഹണിയും വേണം കേട്ടോ. അപ്പം നമ്മൾ പായ്ക്കിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് പായ്ക്കിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ കടലമാവ്, പാല്, പിന്നെ നാരങ്ങാനീര്, ഒരല്പം കസ്തൂരി മഞ്ഞൾ, നമ്മുടെ തേന്. ഇത്രയാണ് നമ്മുടെ പായ്ക്കിന് റെഡിയാക്കാനുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ പായ്ക്ക് ഇവിടെ ഇട്ടു. നമുക്കിതൊന്ന് ഉണങ്ങുന്ന ടൈം കേട്ടോ. നമ്മൾ ഇത്ര ടൈം 20 മിനിറ്റ് അരമണിക്കൂർ പറയുന്നില്ല. ഇതെപ്പോൾ ഡ്രൈ ആവുന്നു നമ്മുടെ സ്കിന്നിനെ വലിച്ചു മുറുക്കുന്ന ഒരു ടൈം, ഒരുപാട് വലിച്ചു മുറുക്കുന്ന ടൈം ആവണ്ട. നമുക്കത് ഫീൽ ചെയ്യുമല്ലോ, നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് മുടങ്ങാതെ അത് തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഗോൾഡൻ ഫേഷ്യൽ ഇവിടെ തീരുവാണ്. അപ്പോൾ ഈ ഒരു ഫേസ് കഴുകിയിട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയാം. നമുക്കതിൻ്റെ ഒരു ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ട് വരാം. അപ്പം നമ്മുടെ ഫേസ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് വലിയ നിൽക്കേണ്ട കേട്ടോ. നമുക്ക് ആ തോന്നുന്ന ആ ഒരു ടൈമിൽ നമ്മളിത് വാഷ് ചെയ്ത് കളയണേ. ഇപ്പം ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫേസ് ഒന്ന് കൈ നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു നനവോടുകൂടി നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് പതിയെ വാഷ് ചെയ്തെടുക്കാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മാറ്റമുണ്ട്. നല്ലൊരു ഫേഷ്യലാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യലാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് പോണേ. ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ഫേഷ്യലാണ്, നല്ല സൂപ്പർ, നമുക്ക് നല്ലൊരു എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസ് പെട്ടെന്ന് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആകും നമ്മുടെ ഫേസ് കേട്ടോ. ഞാനത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഞാൻ നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് നമ്മൾ എത്ര രൂപ പാർലറിൽ കൊടുക്കുന്നു അതിൻ്റെ ഒരു അംശം പോലും ആയില്ല നമ്മുടെ ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് പോണേ. നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഫേഷ്യലാണ് ഗോൾഡൻ നമ്മൾ വീട്ടിൽ ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പം നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം ചേഞ്ചസ് ആയെന്ന്. ഞാൻ വന്ന് ആ ഒരു വീഡിയോ ചെയ്ത ടൈം നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ മനസ്സിലാകും. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ ലാക്മിയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്ഥിരം ഞാനതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളത് എന്തായാലും ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതുകൂടെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ കഴുത്തിലും ചെവിപ്പുറയിലും ഒക്കെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ഫുൾ സ്റ്റെപ്പ് നമുക്ക് കഴുത്തിലും ചെവിയുടെ പുറകും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ കാണിച്ചിട്ടുള്ളതേ ഉള്ളേ. നമുക്കിത് നമ്മുടെ ഇത്രയും ഭാഗത്ത് ചെയ്യാം. അപ്പം നമ്മുടെ ഫേഷ്യൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ എൻ്റെ പൊട്ട് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ നേരം എടുത്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തൊട്ടോട്ടെ. അപ്പോൾ എൻ്റെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോവുക. പിന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മളൊരു ബ്യൂട്ടീഷ്യനൊന്നുമല്ല. നമ്മളിങ്ങനെ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആകുന്ന ഒരു ഐറ്റവും ഇതിനകത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.